പോട്ടെട്ടോ അമ്മ. കുറെ നാളെ ഞാനിവിടെ ഇല്ലായിരുന്നോ? ഇനിയിപ്പോൾ കൊച്ചൊക്കെയായിരുന്നു. നീ ജോലിക്ക് പോകാതിരുന്ന ശരിയാവില്ല കേട്ടോ. അവള് അമ്മേനെ പൊന്നുപോലെ ഉണ്ട്. നോക്കണം കേട്ടോ വെച്ചേ. അമ്മേനെ പൊന്നുപോലെ നോക്കണം. സ്വന്തം അമ്മേനെ പോലെ നോക്കണം കേട്ടോ. മുത്തേ കേട്ടോ. ഓയ് അങ്ങോട്ട് വഴിക്കണ്ട് നോക്കി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അടുക്കളയിലേക്ക് കുറച്ച് പണിയുണ്ട്. പൊന്നും കട്ട പോലെ നോക്കണം പോലും ഉണ്ടാക്കിയിട്ടേക്കുമല്ലേ കാര്യം. അടുക്കളയിലോട്ട് വാങ്ങോട്ട് വേറെ പണിയുണ്ട്. കൊച്ചേ നമുക്ക് ഇച്ചിരി ചായ എടുത്തു തരാമോ? എനിക്ക് നെഞ്ചരിയുവാ ആ ഗുളികയെല്ലാം കൂടെ കഴിച്ചിട്ട്. ഓ എന്തോന്ന് ചായ എടുത്തു തരാനോ? ഞാൻ വേലക്കാരിയല്ലേ ഇവിടുത്തെ നിങ്ങൾക്ക്? ഒച്ചമ്മ കളിച്ചൊക്കെ ഇരിക്കോ? വേണമെങ്കിൽ പോ ചായ എടുക്കും. എനിക്കും കൂടെ ഒരു ചായ എടുത്തോണ്ട് വാ. അല്ല പിന്നെ ഓ വിളിക്കുമ്പോ കളിച്ചിട്ട് ഇരിക്കുവാണല്ലോ അങ്ങോട്ട്. എന്റെ കെട്ടിയും കഷ്ടപ്പെടുണ്ടാക്കിയ സാധനം ഇതൊക്കെ അങ്ങോട്ട് ഊരിക്കേ. ഇങ്ങോട്ട് അങ്ങനെ ഇട്ടോണ്ട് നടക്കണ്ട. ഓ 5 കിലോയാണല്ലോ അത്. കിടക്കേണ്ടടുത്ത് കിടന്നാലേ ഇതിനൊക്കെ ഒരുമ കാണുള്ളൂ. ആ കമ്മലും കൂടി അങ്ങോട്ട് ഊരി വെക്കേ. ഇത് കിണ്ടില് കിടക്കണല്ലോ. മനുഷ്യൻ കഷ്ടപ്പെടുണ്ടാക്കുന്ന പൈസ മൊത്തം ഇത് വാരി തിന്നാനേ ഉള്ളോ. ഓ ഗവൺമെന്റ് ആശുപത്രിയിലോട്ടും പോകുമല്ല, പ്രൈവറ്റിലേ ഇന്നുള്ളൂ. ആ ഷുഗർ കുടിച്ചാവാതിരിക്കാൻ ഇന്നാ ഇതും ഈ 2 എണ്ണം കയറ്റിയാൽ പിന്നെ എല്ലാം കൂടെ ഉണ്ടാക്കുന്ന കാശ് മൊത്തം മരുന്ന് കഴിച്ച് തീർക്കോ. അത് ഇന്നച്ചാ മതി. അമ്മ എന്നാ പറ്റിയമ്മ? ഭയങ്കര ക്ഷീണമാണല്ലോ. എന്നാ പറ്റിയമ്മ? എന്തോ ഇച്ചിരി ക്ഷീണോ കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ കമ്മലും മരം വളയൊക്കെ എന്തിയെ? അത് കുഴമ്പ് കേൾക്കാൻ ആണോ? അവിടെ എന്തിയെ? ഇതെന്നാ പറ്റിയതാമേ? ഒരു കരുവാളിപ്പ ചോദിച്ചേ. നമ്മുടെ കഴുത്തൊരു കരുവാളിപ്പ അറിയത്തില്ല, എനിക്കറിയത്തില്ല. ഞാനൊന്നും ചോദിച്ചല്ലേ, ചോദിച്ചു നോക്കിക്കോട്ടെ. എന്നാ പറ്റിയാമേ? പുതപ്പ് കൊണ്ടോ ഇതുപോലെ കരുവാളിപ്പ് വരും? അതല്ല, ഇന്നലെ അമ്മ എണ്ണ തേക്കുന്നതിന് മുമ്പ് മാല ഉരി എന്റെ കയ്യിൽ തന്നായിരുന്നു. അന്നേരം ഞാൻ കണ്ടതാ. ഇത് മാല ഇതെല്ലാം കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ലോക്കറ്റും കൂടി ഇരുന്നാ മങ്ങിയിരുന്നാണ്ടായിരിക്കും. വാ ഏറ്റവും കയറി വാ, നീ അത് നോക്കിക്കൊണ്ടിരിക്കാതെ. അമ്മേ വാമേ, അമ്മ എന്നെ പുറത്തേക്ക് എഴുന്നേറ്റ് വാ. അമ്മേ അമ്മ എന്നാ വന്നപാടെ കയറി കിടക്കുന്നേ? അമ്മ അവിടെ ഇരിക്കാത്ത എന്നാ പറ്റിയ അമ്മ? ചായ കുടിക്കാം. ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മേ വാ അമ്മേ, ചായ കുടിക്കാം. ഇത് എന്നാടി അമ്മയ്ക്ക് ഇത്ര ക്ഷീണം? നീ കഞ്ഞിയും വെള്ളം ഒന്നും കൊടുക്കുന്നില്ലേ? എന്റെ പൊന്നമ്മ ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അമ്മ ഗുളിക കഴിച്ച് എല്ലാം കൂടെ കഴിച്ച് വെച്ചിട്ട് ഇപ്പൊ മരുന്ന് മാത്രമേ കഴിക്കുന്നുള്ളൂ. ചോറുണ്ണുന്നില്ല. ഞാൻ എന്നാ ചെയ്യാനാ? അങ്ങനെയാണോ അമ്മേ? ഓ ഞാനേ
കൂട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പൊ തന്നെ വരാവേ. ഓക്കേ. കൊച്ചേ പോയേക്കോട്ടോ. അമ്മയോട് പറഞ്ഞാലേ അമ്മ വയ്യാതെ കിടക്കുമല്ലേ, എഴുന്നേൽപ്പിക്കണ്ട. ഇപ്രാവശ്യം കുറച്ച് ലേറ്റായിട്ട് ഞാൻ വരുവോളേ. ആ അധികം പരിപാടികളുണ്ടോ അവിടെ? ആയിക്കോട്ടെ, ബൈ കേട്ടോ. ഇനി എന്നെ മരുന്ന് മേടിക്കണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണോ കുറെ? കാശ് എങ്ങനെ കുടിപ്പിക്കാന്ന് മാത്രം ചിരിച്ചോണ്ടിരിക്കാം. മകൻ വന്നപ്പോ കഴിച്ചാലെന്നാ പാട്. പെണ്ണുമുള്ളക്ക് എങ്ങനെയുണ്ടെന്നത് അന്വേഷിച്ചിട്ട് പോലുമില്ല. ചാമ്പോ ഇല്ല കൊണ്ടാലും തൊണ്ടം. കാശ് കുടിപ്പിക്കാൻ നല്ല നടക്കുക. ആ നിന്നെ പോയതേ വന്നോ? പെട്ടെന്ന് വന്നു തന്നെയാണോ? എന്നാ ഞാൻ പറഞ്ഞുതരാവേ കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞുതരാം. അമ്മേ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ പാട എങ്ങനെയാ പറഞ്ഞേ? അമ്മങ്കീതല്ലേ? ഇതെന്നാടി പുതപ്പെല്ലാം മഞ്ഞതാണോടി? സത്യം പറയടി, പുതപ്പെല്ലാം മഞ്ഞതാണോ ഇപ്പൊ ഈ പാട് നടക്കുന്നേ? അല്ലാതെ പിന്നെ എന്താ? അമ്മ എന്നെ കള്ളത്തിലാ അമ്മ വിളിച്ചു പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. തലയിലേക്ക് കെട്ടി വെക്കടി. ഈ അമ്മ ആയതുകൊണ്ടാ ഒന്നും പറയാത്തത്. നീ ഇത്രയും കാലം ഇവിടെ നിന്നത്, എന്നിട്ട് ഇപ്പൊ അതും എന്റെ തലയുടെ തലയിലേക്ക് കെട്ടി വെക്കാൻ നോക്കുക അല്ലേ? ഞാൻ എന്നെ അറിഞ്ഞെന്ന് എനിക്ക് അറിയണം അല്ലേ? ഞാൻ കാണിച്ചു തരാം തന്നെ. ഞാൻ കാണിച്ചു തരാം. ഇതെന്നെ സാധനം അറിയാവോ? ഞാൻ കൂട്ടുകാരെ കാണാൻ പോകാന്ന് പറഞ്ഞിട്ട് പോയത് ചുമ്മാ വെറുതെ പോയതല്ല. നമ്മുടെ കഴുത്തിലെ പാട് കണ്ടപ്പോ എനിക്ക് സംശയം തോന്നി, അതുകൊണ്ടാ. ക്യാമറയാ ഇത്. എന്റെ ഫോണുമായിട്ട് ഫോണിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. ഞാൻ കാണിച്ചു തരാം ഞാനിത് എങ്ങനെ അറിഞ്ഞത് അല്ലേ? എനിക്കിത് ഞാൻ ഇത് എങ്ങനെ അറിഞ്ഞതെന്ന് നിനക്ക് അറിയണം അല്ലേ? ഇതെന്താ അറിയുന്ന? നിനക്ക് അറിയത്തില്ല അല്ലേ? ഇത്രയും കാലം എന്റെ തളനെ ദ്രോഹിച്ചതും പോരാ. ഈ അമ്മ എന്നെ എങ്ങനെ വളർത്തിയെന്ന് നിനക്കറിയാവൂടി? കണ്ട ടാറുപണിക്കും പോയി കണ്ടവന്റെ വീട്ടില് വിഴുപ്പും എടുത്ത് എന്നെ ഈ ആളാക്കിയ എന്റെ അമ്മേനെയാണോ നീ ദ്രോഹിച്ചോണ്ടിരുന്നത്? നീ എന്റെ അമ്മേനെ നോക്കാത്ത ഒരു ഭാര്യനെ എനിക്ക് വേണ്ടി അറിയോ നിനക്കത്? എന്റെ അമ്മേനെ കൃത്യമായി നോക്കാത്ത ഒരു ഭാര്യനെ എനിക്ക് ആവശ്യമില്ല കേട്ടോ. ഇറങ്ങിക്കോണം. ഇന്ന് കെട്ടും പട്ടും പൂട്ടും ഒക്കെ എടുത്ത് ഇറങ്ങിക്കോണം ഇവിടുന്ന്. നിന്റെ വീട്ടിൽ അങ്ങനെ പറയല്ലേ, എനിക്ക് അറിയത്തില്ലായിരുന്നു. നിനക്ക് ബുദ്ധിമുട്ട് അറിയത്തില്ല അല്ലേ? നിന്നെ പോലെ സ്വർണ്ണക്കരണ്ടിയായിട്ടല്ലേ ഞാൻ ജനിച്ചത് കേട്ടോ. ഈ അമ്മ എന്റെ അപ്പനും വളരെ കഷ്ടപ്പെട്ട് എന്നെ വളർത്തിയത്. അപ്പം മരിച്ചതിന് ശേഷം ഈ അമ്മ ഒറ്റയ്ക്ക് എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത്. അപ്പം മരിക്കുമ്പോ ഞാൻ ഇള്ള കുഞ്ഞ. അറിയാം നിനക്ക് കഥ? എടുത്തോളം തന്നെ ഭാഗ്യുന്നു. അറിയാൻ പാടില്ല ചെയ്തു പോയത്. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്നോട് ക്ഷമിക്കണം. നിന്നോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാനല്ല ക്ഷമിക്കുന്നത്. അമ്മേ 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 പറയാമ്മേ പ്ലീസ് അമ്മേ. അമ്മയോട് മാപ്പ് ചോദിക്കായ ഞാൻ. വേണ്ടടാ, അവളെ ഉപദ്രവിക്കില്ലേ? ഇവിടെ അറിവുകേടല്ലേ, പോട്ടെ. അമ്മ എന്നോട് ക്ഷമിക്കണേ. ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. അമ്മ എന്റെ അറിവുകേട് കൊണ്ട് ചെയ്തത്. അമ്മ എന്നോട് ക്ഷമിക്കണേ. അമ്മ പോട്ടെ 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 സാരമില്ല. ഇതൊരു വീഡിയോ മാത്രം. ഇതിലും അപ്പുറം അനുഭവിക്കുന്ന മാതാപിതാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവരെ ഉപദ്രവിക്കുന്നവർ ഓർത്തുകൊള്ളുക, നമുക്കും ഉണ്ടാകും ഒരു കാലം. നമ്മളും ഇതേ പ്രായത്തിലേക്ക് കടന്നു വരും. താൻ ചെയ്യുന്നതിൻ്റെ ഫലം താൻ തന്നെ അനുഭവിക്കും.